ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ റോളാണ്. ബ്രെഡ് വെച്ചിട്ട് ചിക്കൻ റോൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് എല്ലില്ലാത്ത കുറച്ച് കഷ്ണം ചിക്കൻ്റെ കഷ്ണം മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിക്ക് ആവശ്യമായ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിക്ക് ആവശ്യമായ 1/2 ടീസ്പൂൺ കുരുമുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിക്ക് ആവശ്യമായത് ഉപ്പാണ്, ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മസാല ചിക്കനിൽ തേച്ച് പിടിപ്പിക്കണം. ചിക്കനിൽ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളവും ഒരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പം ഇനി നമുക്ക് ഇതിലത്തെ വെള്ളവും എണ്ണയൊക്കെ ഒന്ന് വറ്റി ചിക്കന് വെന്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്ടിയിൽ നിന്നും ഇത് കോരി മാറ്റാം. അപ്പോൾ ഞാനൊരു പാത്രത്തേക്ക് ആ ചട്ടിയിൽ നിന്നും അതൊക്കെ കോരി മാറ്റിയിട്ടുണ്ട്. ഇത് കോരി മാറ്റിയതിന് ശേഷം ഞാൻ ആ ചട്ടിക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 4 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് 4 മീഡിയം സൈസിലുള്ള സവാള കൊത്തി അരിഞ്ഞതാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ സവാളിൻ്റെ പച്ചമണം മാറി കിട്ടുന്നത് വരെ ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ സവാളിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായ ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒന്നായിട്ട് ഞാൻ പേസ്റ്റാക്കി അരച്ച് വെച്ചതാണ്. അതൊരു ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിന് ശേഷം ഞാനൊരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചെറുതാക്കി അരിഞ്ഞത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തതാവൊന്നും വേണ്ട കേട്ടോ. പിന്നെ അതിക്ക് ആവശ്യമായ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ മസാലയ്ക്കുള്ള ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 3/4 ടീസ്പൂണ് ഉപ്പുണ്ട് കേട്ടോ. പിന്നെ ഞാൻ 2 തണ്ട് വേപ്പിൻ്റെ ഇലയാണ് ചെറുതാക്കി അരിഞ്ഞതാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വേപ്പിൻ്റെ ഇല, മല്ലിച്ചപ്പ് എന്താ നിങ്ങളെ കയ്യിൽ വെച്ചാൽ ഉള്ളത് ഇട്ട് കൊടുക്കുക. അപ്പോഴേക്കും നമ്മളിതാ ചിക്കന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ചിക്കൻ ചൂടാറിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കണം. അതവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമ്മളിത് നന്നായിട്ട് ഇതിത്തെ മസാലയൊക്കെ നന്നായിട്ട് പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കുകയാണ്. അപ്പോൾ ഈ മസാലയ്ക്ക് വേണ്ട മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ഗരം മസാലയാണ് 1/2 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായത് കുരുമുളകും പൊടിയാണ്. 1 ടീസ്പൂണ് കുരുമുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളകും പൊടിയോ കുരുമുളകും പൊടിയോ എന്താ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കട്ടോ. നമുക്ക് എരിവിന് ആവശ്യമായത് നമ്മൾ കുരുമുളകാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ മസാലയൊക്കെ നന്നായിട്ട് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോഴേക്കും എന്താ ഞാൻ ചിക്കൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ചിക്കൻ പൊടിച്ച് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് പിച്ചിട്ടും കൈ കൊണ്ട് പിച്ചിട്ടും ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ടും ഇട്ട് കൊടുക്കുക. ഞാൻ പിന്നെ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ പാടെ നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായത് നമുക്ക് ചെറുനാരങ്ങ നീരാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചെറുനാരങ്ങ നീരില്ലെങ്കിൽ സുർക്കേ തൈരോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യട്ടോ. ഞാൻ ചെറുനാരങ്ങൻ്റെ ഒരു മുറിൻ്റെ ആണ് എടുത്തിട്ടുള്ളത്. ഒരു മുറി ചെറുനാരങ്ങ പിഴിഞ്ഞ നീരാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ബ്രെഡ് ഒക്കെ സൈസാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ 4 വശം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പാല് ഇട്ടിട്ട് ഒന്ന് ബ്രെഡ് നനച്ചെടുക്കുകയാണ്. നനച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതാ ഈ ചിക്കൻ റോൾക്ക് മസാലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മസാലയൊക്കെ ഫില്ല് ചെയ്തിട്ട് ഇതാ ബ്രെഡിൻ്റെ ബ്രെഡിലേക്ക് ഞാനിതാ മസാല നിറച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പാലിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് നനഞ്ഞാൽ പെട്ടെന്നുണ്ട് അത് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതാ കയ്യിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മുട്ട അടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് ഇട്ടുകാണ്ട് എടുത്തിട്ട് ഈ ബ്രെഡിൻ്റെ
ബ്രെഡ് പൊടിച്ചേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് ഇതാ എടുക്കുകയാണ്. അങ്ങനെ നമുക്ക് എല്ലാ ബ്രെഡും ഇങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ചിക്കൻ റോളൊക്കെ നമ്മൾ അതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് എണ്ണ തിളച്ച് വരുന്നതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് ചിക്കൻ റോൾ ഇട്ട് കൊടുത്തിട്ട് ഇതാ പൊരിച്ച് കോരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചിക്കൻ റോളും ഇവിടെ ശരിയായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ച എല്ലാ ചിക്കൻ റോളും ഇതാ എണ്ണയിലിട്ടിട്ട് നമ്മൾ പൊരിച്ച് കോരിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ചിക്കൻ റോള് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ ചിക്കൻ റോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ആ ഓൾ എന്ന ബട്ടനൊന്ന് നിൽക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പളക്കപ്പള കിട്ടുന്നതാണ്, നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇത് ധൂമിൻ്റെ കൂടെ മയോണൈസ്